തഴുതാമ പടവലം 2 മാത്രം ചേർത്ത് കഷായം, ദശമൂലഹരിതകീ ലേഹ്യം, ഗുൽഗുലു തിക്തക ഘൃതം, ഓരില, മൂവില, ചെറുവഴുതിന, വെൺവഴുതിന, പാൽ കഷായം. ഇത് പിന്നെ ദശമൂലഹരിതയ്ക്ക് പകരം അർബുദാന്തകലേഹ്യം അവിടെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബൃഹത്യാദി കഷായത്തിന് പകരം ഗ്രന്ഥ്യന്തക കഷായം എന്ന് പറഞ്ഞൊരു യോഗം അവിടെ കൊടുക്കാറുണ്ട്. അത് ഒക്കെ ഫലപ്രദമാണ്. ഇത് വളരെയധികം ഫലപ്രദമായ യോഗങ്ങളാണ്. ആ പ്രോസ്റ്റേറ്റിന് കൊടുക്കുന്ന ഗ്രന്ഥ്യന്തക കഷായം തന്നെയാണ് ലുക്കീമിയയിലും കൊടുക്കുന്നത്. പ്രോസ്റ്റേറ്റിൽ വേറെയും യോഗങ്ങളുണ്ട്. ചന്ദ്രപ്രഭാ ഗുളിക ലഘുപഞ്ചമൂലത്തിൽ രാവിലെ, യോഗരാജ ഗുൽഗുലു ചേർത്ത് വൈകുന്നേരം, ചിഹ്നോദ്ഭവാദി കഷായം, മുക്കടുകാദി ഗുളിക ചേർത്ത് 2 നേരം. ഇത് പഴയ ഫയലാണ്, ഇപ്പോൾ കൊടുക്കാറില്ല. ഒരു 10 കൊല്ലമായിട്ട് ഈ യോഗം കൊടുക്കാറില്ല. ചന്ദ്രപ്രഭാ ഗുളികയും ലഘുപഞ്ചമൂലത്തിൽ കഷായം വെച്ചിട്ട് അത് കൊടുക്കുക. ലഘുപഞ്ചമൂലത്തിൽ യോഗരാജ ഗുൽഗുലു ചേർത്ത് വൈകുന്നേരം കൊടുക്കുക. ചിഹ്നോദ്ഭവാദി കഷായം, മുക്കടുകാദി ഗുളികയും ചേർത്ത് കൊടുക്കുക. മുത്തങ്ങ പർപ്പടകപ്പുല്ല് കഷായത്തിൽ ചന്ദ്രപ്രഭ പിന്നെ കൊടുക്കുക. പിന്നെ വരുന്ന പ്രോസ്റ്റേറ്റിൻ്റെ രോഗി വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ കൂളക്കായുടെ മജ്ജ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് മാത്രം മതിയാവും. കൂളക്കായുടെ മജ്ജ പഞ്ചസാര ചേർത്തത് മാത്രം മതിയാവും ക്രോൺസിന്. ക്രോൺസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, അൾസർ, ഒരു മരുന്നും വേണ്ട. ഫലം അനുഭവിച്ചവരാരോ എറണാകുളം സൈഡിൽ നിന്ന് ഒരുത്തം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഫലപ്രദമാണ്, ഏറ്റവും എളുപ്പത്തിൽ മാറുന്നതാണ്. ആദ്യ ഡോസിൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്. പിഞ്ച് കൂളക്കായുടെ മജ്ജ പഞ്ചസാര. ഞാൻ അൾസറൊക്കെ വളരെ കൂടുതലാണെങ്കിൽ ഒരു മരുന്നായിട്ട് കൊണ്ടുപോയാൽ എങ്ങനെയാണെന്ന് സംശയം തോന്നിയ ഒരു 7 ആര്യവേപ്പില, 7 കൊത്തമല്ലി, ഒരു 7 കുരുമുളക്. 7 കുരുമുളക്. യോഗം മാറ്റി കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡോക്ടർമാരെ സമീപിച്ച് കഴിയുമ്പോൾ എരിവ് തൊടാൻ പാടില്ല എന്ന് പറയും. ഒറിജിനലി കൊടുക്കേണ്ടത് 7 ആര്യവേപ്പില, 7 കൊത്തമല്ലി, 7 ആര്യവേപ്പില, 7 കുരുമുളക്, 1 കഷ്ണം പച്ചമഞ്ഞൾ. ഇതാണ് 1 കഷ്ണം പച്ചമഞ്ഞൾ. ഇതാണ് അതിൻ്റെ കറക്റ്റ് യോഗം. പക്ഷെ അലോപ്പതിയിലൊക്കെ പോയി കാണിച്ചിട്ട് വരുമ്പോൾ എരിവ് തുടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഈ 7 കുരുമുളക് എഴുതുക, 1 കുരുമുളകല്ല. രോഗി ഉടനെ നമ്മളെ നോക്കും. അതുകൊണ്ട് ആദ്യം അങ്ങോട്ട് ചോദിക്കണം. ആരെങ്കിലും ഡോക്ടർമാരെ കണ്ടു എന്താ അവർ പറഞ്ഞേ? എരിവ് തുടരുതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുരുമുളക് എഴുതരുത്. പിന്നെ നിങ്ങൾ കുരുമുളക് എഴുതിയാൽ അവനും ബന്ധുക്കളും കൂടെ വന്ന് നിങ്ങളെ തല്ലിയിരിക്കും, ഉറപ്പാണ്. കാരണം അവൻ്റെ മൈൻഡ് എരിവിനോട് വിപരീതമായതുകൊണ്ട് ആദ്യം പെട്ടെന്നത് കഴിക്കാൻ അവൻ തയ്യാറാവില്ല. ആ മൈൻഡ് കാരണം കഴിച്ചാൽ വല്ലാതെ ചുട്ടുനീറ്റം ഉണ്ടാകും. അതുകൊണ്ട് ആയുർവേദത്തിലെ ഒരു വലിയ കാര്യമാണ് രോഗിയോട് സംവദിച്ച് ആദ്യം അറിയാം. ഇപ്പം ഏതെങ്കിലും ആശുപത്രി പോയവനാണെങ്കിൽ പിന്നീട് തീരുമാനിക്കാം ഇവന് കുരുമുളക് വേണ്ട, 7 കൊത്തമല്ലി എഴുതി കൊടുക്കും, നല്ല ഫലമാണ്. ഇപ്പോൾ അവിടെ എഴുതുന്നത് കൊത്തമല്ലിയാണ്. ഇതിൻ്റെ ഇടയിൽ വളരെ അപൂർവമായി മാത്രമേ കുരുമുളക് എഴുതാറുള്ളൂ. അതൊന്നും ഒരിക്കൽ പോലും വന്ന ആരും ചൂടായിട്ടല്ല. കാരണം അതൊക്കെ കോമൺ സെൻസ് വെച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. കോമൺ സെൻസ് വളരെ അറിയണം. കാരണം ഒരു മെഡിക്കൽ കോളേജിൽ ഡയബറ്റോളജിസ്റ്റ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വന്ന സമയത്ത് എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു, എൻ്റെ വിദ്യാർത്ഥികൾ അനുഭവസമ്പത്തുള്ളവരും നല്ലപോലെ നിരീക്ഷണ പാഠവുമുള്ളവരുമായിരിക്കണം. അദ്ദേഹം അറ്റൻഡറെ വിളിച്ചു പറഞ്ഞു, ഒരു ജാറ് ഡയബറ്റീസിൻ്റെ മൂത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ കിടക്കുന്ന രോഗികളുടെ മുഴുവൻ കളക്ട് ചെയ്ത് വെച്ചത് കൊണ്ടുവന്നു. ഡോക്ടർ വിരലിങ്ങനെ മുക്കി, ഞാൻ നക്കി. എന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിരലിട്ടു, നക്കി. മൂത്രത്തിന് മധുരമുണ്ട്, ഇതൊക്കെ ഉണ്ട്. എല്ലാവരും നക്കി തീർത്ത് വന്നപ്പോഴേക്ക് ജാറിലെ മൂത്രം തീർന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അനുഭവത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിരീക്ഷണ പാഠമില്ല. കാരണം എൻ്റെ വിരൽ ഇതാണ് മുക്കിയത്, ഇതാണ് നക്കിയത്. അത് പഠിപ്പിക്കാൻ പറ്റില്ല. അത് വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്നത്
നിങ്ങൾ വായിക്കേണ്ടത് ആ നിലയിൽ ശരിക്ക് ജീവകനെയാണ്. ജീവകൻ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരം കാണുന്ന കാര്യങ്ങൾ ഗുരുവിനോട് ഒന്ന് പറയണം. അപ്പോൾ ജീവകനും സെറ്റും കൂടെ യാത്ര പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഗുരു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ആന വഴിയെ പോയിരുന്ന പാട് കണ്ടു, അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ജീവകനെ വിളിച്ചോ പറഞ്ഞു ഒരാന ആ വഴിക്ക് പോയിരുന്നു, അതിന് ഇടത്ത് കണ്ണുണ്ടായിരുന്നില്ല, അത് ഗർഭിണിയായിരുന്നു. ആനയുടെ പുറത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവൾ ഗർഭിണിയായിരുന്നു. ഈ പാടിൽ നിന്ന് എങ്ങനെയാണ് നിശ്ചയിച്ചത്? അപ്പം അതിൻ്റെ ഗർഭാശയം കിടക്കുന്ന വശം ചെരിഞ്ഞ് താന്നിരുന്നു. ആനയ്ക്ക് കണ്ണ് കാണുകയില്ല എന്നറിഞ്ഞത് അതിൻ്റെ ഒരു സൈഡിലുള്ള കൊമ്പുകളിലെല്ലാം ആന ഉരഞ്ഞ് അതിൻ്റെ തൊലിയുടെ അംശമൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തിരുന്ന സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞത് പുളിയുള്ള പഴങ്ങളെല്ലാം അവൾ പറിച്ച് കടിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്, ഛർദ്ദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ഒബ്സർവേഷൻ പവർ വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും അനിവാര്യമായത്. രോഗിയെ കാണുമ്പോൾ എത്ര വേഗത്തിൽ, സമയം കളയരുത്, ഇതെല്ലാം കൂടി ഒന്നിച്ച് നിങ്ങളുടെ തലയിൽ വരും. നിങ്ങൾ 10 മിനിറ്റ് എടുത്ത് രോഗിയുമായി ചർച്ച ചെയ്തിട്ട് എഴുതിയാൽ രോഗിക്ക് വിശ്വാസം വരില്ല. എത്ര വേഗത്തിലാണ് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം മൈൻഡിൽ നിന്ന് വരുന്നത്. അതിന് റെഡിയായിട്ട് ആ സീറ്റേ പോയിരിക്കാവും, അതിനിടെ വേറെ ഒരു തോട്ടും ഉണ്ടാവും. രോഗിയും നിങ്ങളുമല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത്. രോഗിയുടെ കണ്ണ്, മൂക്ക്, നാക്ക് ഇവയൊക്കെ അല്ലാതെ വേറൊന്നും കാണരുത്. രോഗി അവിടെ നടന്നു വരുമ്പോഴേ രോഗിയെ നോക്കിയിട്ട് ദോഷങ്ങളുടെയും ദൂഷ്യങ്ങളുടെയും നില ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. അത്രയും ഷാർപ്പായിരിക്കണം നിങ്ങളുടെ തോട്ട്. ഒരു കാലത്തും പരാജയപ്പെടില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കൊടുക്കാവുന്നതാണ് ഇത്തരം മരുന്നുകൾ. കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നും കൂടെ നോക്കിക്കോണം. അതുപോലെ നാവിലെ ക്യാൻസർ ഒരുപാട് മരുന്നൊന്നും വേണ്ട. അത് പലപ്പോഴും വല്ലതായിട്ടുണ്ടാവും. അതിന് നീറിൻ്റെ മുട്ടയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഡയറക്റ്റായിട്ട് വെക്കാനാവില്ല. അതുകൊണ്ടൊരു മാവിൻ്റെ ഇലയിലെ നീറിൻ്റെ കൂടെടുക്കുക, നീറിനെ ഇറക്കി വിടുക, മുട്ടയോടുകൂടി ആ കൂട് മെല്ലെ അങ്ങ് അരയ്ക്കുക. മാവിലയും മുട്ടയോടുകൂടിയ കൂടും കൂടെ അരയ്ക്കുക. നല്ല കനത്തിൽ ആ വായിൽ നാവിൻ്റെ എവിടെയുള്ള വ്രണത്തിന്മേലേക്ക് നോക്കുക, പൊള്ളും. അതിൻ്റെ ഒരു ആസിഡാണ്. നേരിട്ട് ആ മുട്ടയങ്ങ് വെക്കാൻ സമ്മതിക്കണമെന്ന് വെച്ചാൽ മതി, കുഴിഞ്ഞു പോവും, കംപ്ലീറ്റ് മാറും. പിന്നെ ഉണക്കിയെടുത്താൽ മതി. അത് രോഗി അത്ര സഹിക്കുമെന്ന് തോന്നില്ല. അതുകൊണ്ടാണ് ഇത് ചേർത്തരച്ച് കവിളിൽ കൊള്ളുക, പുരട്ടുക, മാറി കിട്ടും. വളരെ ഫലപ്രദമാണ്. അതിനി ക്ലാസിക്കൽ ചികിത്സ തന്നെ ചെയ്യണം എന്ന് തോന്നിയാൽ വര്യാദി കഷായത്തിൽ അമൽപ്പൊരി, സർപ്പഗന്ധ സൂക്ഷിക്കണം. അത് വര്യാദി കഷായം, അമൽപ്പൊരി, ക്ഷീരബലം ചേർത്ത് കൊടുക്കുക. ധാന്വന്തര ഘൃതം കൊടുക്കുക. അത് ധാന്വന്തര ഘൃതം കൊടുക്കുന്നത് ആദ്യം അതുകൊണ്ടുള്ള ഒരു സ്നേഹപാനവും പിന്നീട് കുറേ കഴിഞ്ഞ് ഗുൽഗുലു തിക്തകം കൊണ്ടുള്ള ഒരു സ്നേഹപാനവും ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഇനി പറ്റിയില്ലെങ്കിൽ ധാന്വന്തര ഘൃതം കഴിക്കാൻ കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഗുൽഗുലു തിക്തകം കൊണ്ടുള്ള സ്നേഹപാനം ചെയ്താൽ മതി. ചീക്കിൽ വരുന്ന ക്യാൻസർ അത് വര്യാദി കഷായവും ഗുൽഗുലു തിക്ത ഘൃതവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് മതി, മാറും. ക്യാൻസർ യൂട്രസ് വര്യാദി കഷായം, ദശമൂലഹരിത്. ഇപ്പം വര്യാദി കഷായം ഒറ്റപ്പാലത്ത് ഉപയോഗിക്കാറില്ല. കാരണം ഒരു സാധനം കൊടുത്ത് നല്ലപോലെ പച്ച പിടിക്കുമ്പോൾ ആരെങ്കിലും ഡോക്ടർമാരൊക്കെ വന്ന് അത് എഴുതി എടുത്തുകൊണ്ട് പോയി അവർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആ മരുന്ന് കൊടുക്കാറില്ല. അത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാം പുതുക്കും, റൊട്ടേഷൻ. അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിചാരിച്ചാൽ അത് പബ്ലിക്ക് അതിന് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ മരുന്നും കൊണ്ട് നമ്മൾ പോകണ്ട, നമുക്ക് വേറൊന്നും മാറ്റിക്കൊടുത്തുകളെ എന്ന് തീരുമാനിക്കുകയാണ്. അതുകൊണ്ടൊരു ഇത്രയും കൊല്ലത്തെ ഇതിൽ ഫയലുകൾ എടുത്ത് നോക്കിയാൽ പഴയ കാലത്ത് ഒരു മരുന്നും പാർവതി ഉണ്ടെന്ന് തോന്നുന്നു. ആം ഐ റൈറ്റ്? പഴയ ഫയലെല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു.
അതിലൊറ്റ മരുന്ന് പോലും ഈ കാലഘട്ടത്തിൽ കൊടുക്കാറില്ല. അതൊക്കെ കൊടക്കാട് നാരായണൻ മാഷ്, ഇതന്നൊരു മറ്റേ കരുണാകരൻ വൈദ്യര് ഇവരുടെയൊക്കെ ഫയലുകളിൽ കയറിയതാണ്. അവരൊക്കെ കൊടുക്കുമ്പോൾ അത് അങ്ങനെ കൊടുത്താൽ മാറുകയും ചെയ്യും. അവരൊക്കെ കൊടുത്തിട്ട് മാറി എന്നുള്ള ഫലവും വിളിച്ചു പറയാറുണ്ട്. അതുകൊണ്ട് പുതിയത് കണ്ടുപിടിക്കും. കാരണം ആയുർവേദത്തിലെ ഗ്രന്ഥങ്ങൾ എത്ര ലക്ഷം മരുന്നുകൾ. എന്തിനാണ് പിന്നെ ഭയപ്പെടുന്നത്? ഏത് രോഗമാണ് നിർവഹിച്ചിട്ടില്ലാത്തത്? അതിലേറ്റവും രസം ഹൃദ്രോഗവും അർബുദവും സ്വതന്ത്രമായ നിദാനം ഹൃദ്രോഗത്തിനില്ല. അത്ര നിസ്സാര രോഗമാണ്. അതിനെയാണ് ഇന്ന് വലിയ കേമമാക്കിയിരിക്കുന്നത്. അർബുദം വ്യക്തമായ പഠനമുണ്ട്. ഇത്രയധികം അതിൽ ദുരർബിതം എല്ലാം സുശ്രുതം പറഞ്ഞിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്. വൃത്തം സ്ഥിരം മന്ദരുജം മഹാന്തം അനൽപമൂലം ചിരവൃദ്ധ്യഭാഗം എന്നൊക്കെ വളരെ അടിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആ